എന്നിട്ട് നിങ്ങളെന്താ പറഞ്ഞേ? ഇന്ന് മാഹി പറഞ്ഞ കാര്യം രാത്രി ഭാര്യയോട് പറയുകയായിരുന്നു രാജി. കേട്ടപ്പോൾ അരുണിമയ്ക്ക് ചെറുതല്ലാത്തൊരു സന്തോഷം. ഞാനെന്ത് പറയാനാ, അവൻ്റെ മനസ്സറിയാതെ, രാജി ചോദിച്ചു. അരുണിമ ഒന്ന് നിശ്വസിച്ചു. ഒരു രണ്ടാം കെട്ടുകാരി IPSകാരന് ചേരില്ലെന്ന് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. നമ്മുടെ കൃതിയായിരുന്നെങ്കിലും ഞാൻ കൃതിയെപ്പോലെ മീരയും കണ്ടിട്ടുള്ളൂ. അത് അവൻ്റെ മോളാണെന്ന് അറിയാവുന്നതിന് മുമ്പും അങ്ങനെയല്ലായിരുന്നു. മീരയുടെ പാസ്റ്റ് അർജുന് പ്രശ്നമില്ലെങ്കിൽ എനിക്ക് പൊന്നു മനസ്സാ അവളെൻ്റെ മകളായി ഇങ്ങോട്ട് കൊണ്ടുവരാൻ. സന്തോഷം നിറഞ്ഞ വാക്കുകൾ. അരുണിമയ്ക്കും സന്തോഷം. നമുക്ക് അവനൊന്ന് വിളിച്ചു നോക്കിയാലോ? അരുണിമയ്ക്ക് തിടുക്കമായി. വേണ്ട, അവൻ്റെ ട്രെയിനിങ് നന്നായിട്ട് നടക്കട്ടെ, ഇപ്പം ശല്യം ചെയ്യണ്ട. എല്ലാം കഴിഞ്ഞിങ്ങ് വരുമ്പോൾ സംസാരിക്കാം, അതാ നല്ലത്, രാജു പറഞ്ഞു. അത് ശരിയാണെന്ന് അരുണിമയ്ക്ക് തോന്നി. ആ രാത്രി വെളുക്കുവോളം ഇരുവരും ഉറങ്ങിയില്ല. അവരുടെ സംസാര വിഷയം അർജുനും മീരയും മാത്രമായിരുന്നു. ഇന്ന് തന്നെ വേണം, എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. ഇന്ന് തന്നെ അതിവിടെ എത്തണം. അതിന് എന്ത് വഴി വേണമെങ്കിലും സ്വീകരിച്ചോളൂ, വൈകരുത്. മാഹി അതിരാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ആരുമായോ ഫോണിൽ സംസാരിക്കുകയാണ്. ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് മാഹി കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. അയാൾ കണ്ണാടിയിൽ കാണുന്ന തൻ്റെ രൂപത്തെ മൊത്തത്തിലൊന്ന് നോക്കി. കുറച്ചു നേരം ആ നിൽപ്പ് തുടർന്നു. ഒരു മെസ്സേജ് റിംഗ് ടൂൺ കേട്ടപ്പോഴാണ് അയാൾ അവിടുന്ന് ചലിച്ചത്. ബെഡിൽ വെച്ചിരുന്ന ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒഫീഷ്യൽ മെസ്സേജാണ്. അതിന് റീപ്ലൈ കൊടുത്തിട്ട് അയാൾ മുറിയിലെ ചാരുകസയിലേക്ക് ചാരിയിരുന്നു. ഫോണിലെ കാലത്തെയും തൻ്റെ പ്രിയപ്പെട്ട ഗാനം പ്ലേ ചെയ്തുകൊണ്ട് കണ്ണുകൾ അടച്ച് ചാരുകസയിലേക്ക് ചാരിയിരുന്നു. നാളുകൾക്ക് ശേഷം സമാധാനത്തോടെ മനസ്സിനെ ശാന്തമാക്കി വിട്ടുകൊണ്ട് അയാൾ ആ പാട്ട് ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു പോയി. വരാൻ പോകുന്ന സ്വസ്ഥമായ ജീവിതത്തെ ഓർത്തുള്ള സന്തോഷമാവാം ഇപ്പം അയാളുടെ മനസ്സിൽ അലതല്ലുന്നത്. ആ പ്രണയഗാനം തന്നെ പലതവണ അയാൾ മടുപ്പില്ലാതെ കേട്ടിരുന്നു. മണിക്കൂറുകൾ കടന്നുപോയി. ഫോണിലൊരു മെസ്സേജ് വന്നതും കണ്ണുകൾ തുറന്ന് മാഹി ഫോൺ എടുത്ത് നോക്കി. ആ മെസ്സേജ് കണ്ട് അയാളുടെ ചുണ്ടുകൾ വിടർന്നു. മറുപടിയായി താങ്ക്സ് എന്നൊരു മെസ്സേജും ഇട്ട് അയാൾ കണ്ണുകൾ അടച്ചിരുന്നു. ആ മീര കേസ് ജയിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. അവളെ കോടതി ആ ഹരിക്കൊപ്പം വിടുമെന്നും അവൻ കൊണ്ടുപോയി തല്ലിക്കൊല്ലുന്നൊക്കെ വിചാരിച്ചിരുന്നതാ. എല്ലാത്തിനും നമ്മുടെ മോനെ പറഞ്ഞാൽ മതി. ഞാൻ അവനോട് മര്യാദക്ക് പറഞ്ഞതാ ആ തെളിവ് നശിപ്പിക്കാൻ. ആ ശല്യം ഒഴിഞ്ഞ് കിട്ടുമെന്ന് കരുതിയതാ, മധു അരിശത്തോടെ പറഞ്ഞു. ആ വ്യാമോഹമൊന്നും വേണ്ട മധു, അതൊരു ഒഴിയാപാതയാ, അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോവില്ല. വരലക്ഷ്മിയുടെ ശബ്ദം കേട്ട് മധു ഞെട്ടി വാതിക്കലേക്ക് നോക്കി. പ്രതീക്ഷിക്കാതെയുള്ള ആ വരവും ആദ്യമായി മീരയുടെ കാര്യത്തിൽ തനിക്ക് അനുകൂലമായി വരലക്ഷ്മി സംസാരിച്ചതും കണ്ട് മധുര ഒന്നൊന്നര ഞെട്ടലാണ് ഞെട്ടിയത്. എന്താ മധു, നീ ഞെട്ടിയോ? എന്നാ ഒന്നുകൂടി ഞെട്ടാൻ നീ റെഡി ആയിക്കോ. മീര ഈ ജന്മം നിന്റെ തലയിന്ന് ഒഴിഞ്ഞു പോകുന്നു നീ കരുതണ്ട. സഹതാപത്തോടെയുള്ള വരലക്ഷ്മിയുടെ സംസാരം കേട്ടപ്പോൾ മധുവിനെ നെറ്റിച്ചുളിഞ്ഞു. നിന്റെ മോനെ അവളോട് ദിവ്യ പ്രേമം. അണപ്പല്ലിൽ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് വരലക്ഷ്മി പറഞ്ഞു. മധുവിനും വിശ്വനും ഒരുപോലെ ഞെട്ടി. ദേ, ഏട്ടത്തിയാണെന്ന് ഞാൻ നോക്കില്ല. വെറുതെ എൻ്റെ മോനെ പറ്റി അനാവശ്യം പറയരുത്. മനുഷ്യപ്പറ്റിൻ്റെ പേരിൽ അവൻ അവളെ സഹായിച്ചെന്നും പറഞ്ഞ് കണ്ടവള് തിണ്ണനിറങ്ങി ഉണ്ടായവളെ ഒന്നും പ്രേമിക്കാൻ എൻ്റെ മോനെ കിട്ടില്ല. തീ പാറുന്ന നോട്ടത്തോടെ മധു പറഞ്ഞു. വരലക്ഷ്മി പൂച്ചിച്ച് ചിരിച്ചു. നിന്റെ മോനെന്ന് പറയുന്നതേ ഈ നിൽക്കുന്ന എൻ്റെ ഏട്ടൻ്റെ കൂടി മോനല്ലേ. ആ അവനെ പറ്റി എനിക്ക് അനാവശ്യം പറയേണ്ട കാര്യമില്ല. നിന്റെ മോൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് അവന് മീരയെ ഇഷ്ടമാണെന്ന്. വരലക്ഷ്മിയുടെ വെളിപ്പെടുത്തലിൽ മധുവും വിഷനും ഞെട്ടിപ്പോയി. നീ ഇപ്പൊ പറഞ്ഞതുപോലെ അവളെ തോൽപ്പിക്കണമെന്ന് ഞാനും അവനോട് പറഞ്ഞതാ. അവൾ ഇവിടെ നിന്നാ അവൾക്ക് അവളുടെ അച്ഛനെയും അമ്മയെയും ഒന്നിപ്പിക്കാനൊക്കെ തോന്നും. അതിനുള്ള ശ്രമങ്ങളൊക്കെ അവൾ തുടങ്ങി. ഇനി അവൾ എന്തെങ്കിലും ചെയ്ത് അവരെ ഒരുമിപ്പിക്കും മുന്നേ ഈ വീട്ടിൽ നിന്നും മഹിയേട്ടൻ്റെ മനസ്സിൽ നിന്നും അവളെ അടിച്ച് പുറത്താക്കണമെന്ന് കരുതിയതാ ഞാൻ. രണ്ടാമത്തേത് ബുദ്ധിമുട്ടായത് കൊണ്ടാ ഈ വീട്ടിൽ നിന്നെങ്കിലും ഒഴിവാക്കണമെന്ന് ഞാൻ കരുതിയത്. അന്നേരം നിന്റെ മോൻ ആസ്തിക്ക് പിടിച്ച പ്രേമം. വരലക്ഷ്മിയുടെ വാക്കുകളിൽ അവനോടുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. നിനക്ക് എന്താ ലച്ചു, അവളെ നിനക്ക് വലിയ കാര്യമായിരുന്നല്ലോ. അവളുടെ അവസ്ഥയൊക്കെ കേട്ടപ്പോൾ ഞങ്ങളെക്കാൾ കരഞ്ഞത് നീയല്ലേ. അവളെ മകളായി കണ്ടത് നീയല്ലേ. എന്നിട്ടിപ്പോൾ എന്താ നിനക്ക്? വിശ്വനും ദേഷ്യം വന്നു. അതൊക്കെ തന്നെ എനിക്ക് പറ്റിയ തെറ്റ്. ഞാൻ എത്രയൊക്കെ സ്നേഹിച്ചിട്ടും എന്താ കാര്യം? അവളുടെ മോളല്ലേ, ആ സ്വഭാവം കാണിക്കില്ലേ. അവളെ തള്ളിപ്പറഞ്ഞ അമ്മയോടാണ് അവൾക്ക് ഇപ്പോഴും കൂറ്. എൻ്റെ താലി പൊടിച്ചിട്ടായാലും അവളുടെ അച്ഛനും അമ്മയും ഒന്നിക്കണം. അവൾക്ക് ആ ചിന്തയേ ഉള്ളൂ. വരലക്ഷ്മിയുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അതിലവളെ തെറ്റ് പറയാൻ പറ്റൂല ചൂ, വിശ്വൻ ചോദിച്ചു.
അവർ വിശ്വനെ തുറച്ചു നോക്കി. പറയും, ഞാൻ പറയും. മഹിയേട്ടൻ അവളുടെ അമ്മയുടെ കാമുകനായിരിക്കാം, അതൊക്കെ പണ്ട്. ഇപ്പൊ അദ്ദേഹം എൻ്റെ ഭർത്താവാണ്. നിയമത്തിന് മുന്നിൽ അദ്ദേഹം എൻ്റെ മാത്രമാണ്. അവർ വാശിയോടെ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റക്കാലിൽ നിന്ന് മഹിയെ നേടിയെടുത്ത അതേ വാശി വിഷൻ വീണ്ടും അവളിൽ കണ്ടു. വിവാഹത്തിന് ശേഷം അവളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ആഗ്രഹിച്ച പുരുഷനെ സ്വന്തമായി കിട്ടിയത് കൊണ്ടാവാം അവൾക്കതിൽ പിന്നെ ദുർവാശിയോ ദേഷ്യമോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ കഴിയാതെ പോയ നിരാശയിൽ ഒതുങ്ങിപ്പോയതാണെന്ന് അറിയില്ല. വർഷങ്ങളായി അവളില്ലായിരുന്ന ദേഷ്യവും വാശിയും പകയും ഒക്കെ വിഷനൊന്ന് വീണ്ടും കണ്ടു. ഒരു കാര്യം നീ മറക്കുന്നു, ഇപ്പോഴും മഹി മീരയുടെ അച്ഛൻ തന്നെയാണ്, വിഷൻ പറഞ്ഞു. ആ ബന്ധം നീ എത്ര ശ്രമിച്ചാലും തകർക്കാൻ പറ്റില്ല. അവർ ജീവിച്ചോട്ടെ, വിഷൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ജീവിതം ഒന്നുമല്ലാതാക്കിയിട്ട് അവർ ജീവിക്കണ്ട. മധു, നിനക്കെൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? അവളെ ഈ കുടുംബത്തിൽ നിന്ന് ഓടിക്കണം. വരലക്ഷ്മി മധുവിന് നേരെ തിരിഞ്ഞു. മധു ഒന്ന് ആലോചിച്ചു. ധ്രുവൻ അങ്ങനെ ഒരു ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ നിന്റെ അമ്മയും മാങ്ങളെയും കൂടി മീരെ അവൻ്റെ തലയിൽ വെച്ച് കെട്ടാനുള്ള പദ്ധതിയിലാണ്. ആ ഹരിയുടെ എച്ചിൽ നിന്റെ മോനെ കൊണ്ട് തീറ്റിക്കാനാണ് അമ്മയുടെയും മോൻ്റെയും പ്ലാന്. വരലക്ഷ്മിയുടെ വാക്കുകൾ മധുവിൻ്റെ രക്തത്തെ തിളപ്പിച്ചു. നടക്കത്തില്ല, മധു പല്ല് കടിച്ചു. മിണ്ടാതിരിക്കും മധു. അവൻ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് തന്നെ നടക്കട്ടെടൂ. ഒന്നു വെച്ച് നോക്കിയാ നമ്മൾ ചെയ്ത് കൂട്ടിയതിനൊക്കെ ഒരു പ്രായച്ചിതമാവില്ലേ? മഹിക്ക് നമ്മളോടുള്ള ദേഷ്യവും മാറും. വിഷൻ ഇടപെട്ടു. മധു അയാളെ തുറച്ചു നോക്കി പേടിപ്പിക്കണം നീ. ആ കൊച്ചി ഗതിയിലാവാൻ നമ്മൾ തന്നെയല്ലേ കാരണക്കാര്. ആ നമ്മൾ തന്നെ അതിന് പരിഹാരവും കാണും, അത്ര തന്നെ. എനിക്കെൻ്റെ മോൻ്റെ ഇഷ്ടാ വലുത്. അവനില്ലാത്ത പ്രശ്നം നിനക്ക് വേണ്ട മധു. മധുവിൻ്റെ നോട്ടം കണ്ടപ്പോൾ വിഷന്റെ സ്വരം കടുത്തു. എനിക്ക് പ്രശ്നമുണ്ട്. കണ്ണിൽ കണ്ട രണ്ടാം കെട്ടുകാർക്ക് കൊടുക്കാനല്ല ഞാൻ എൻ്റെ മോനെ കഷ്ടപ്പെട്ട് വളർത്തിയത്. എൻ്റെ മോൻ്റെ ജീവിതം വെച്ച് ഒരു പ്രായച്ചിത്തത്തിന് ഞാനില്ല. മാഹിയേട്ടന് നമ്മളുള്ള ദേഷ്യം മാറിയില്ലെങ്കിൽ വേണ്ട. അവൾ എൻ്റെ മരുമകളാക്കി സ്വീകരിച്ചുകൊണ്ട് അയാളുടെ ദേഷ്യം അങ്ങനെ ഇപ്പം മാറണ്ട. അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവർ രണ്ടുപേരും സ്വമനസാല പിരിഞ്ഞതല്ലേ, അതിൽ നമ്മളെന്ത് പിഴച്ചു? മധു ഒന്നും അറിയാത്ത ഭാവം നടിച്ചതും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വിഷ്ണു ബോധ്യപ്പെട്ടു. മധു, ഏട്ടനങ്ങനെ പലതും പറയും. നമ്മുടെ കൊച്ചിൻ്റെ ലൈഫാണ്, സമ്മതിച്ചേക്കരുത്, വരലക്ഷ്മി പറഞ്ഞു. ഒരിക്കൽ ഇതേ ധ്രുവന് വേണ്ടി ഇതേ മീരയെ മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയവളാണ് വരലക്ഷ്മി. മനുഷ്യർക്ക് വരുന്ന മാറ്റമേ അതങ്ങനെയാണല്ലോ. സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥരാണ്. അതിന് മധുവിനെ കുഴിയിലോട്ട് എടുക്കണം, വീറോടെ പറഞ്ഞുകൊണ്ട് മധു ബെഡിലേക്ക് ഇരുന്നു. ഇതുവരെ നമുക്കിടയിൽ ഉണ്ടായതൊക്കെ മറന്നേക്ക് മധു. അവളിനി ഇവിടെ വേണ്ട. അവളെ ഇവിടുന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ എൻ്റെ കൂടി ആവശ്യമാണ്. നീ അതിനു വേണ്ടി എന്ത് ചെയ്താലും ഒപ്പം നിൽക്കാൻ ഞാനുണ്ടാവും. വരലക്ഷ്മി മധുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. മധു സൂക്ഷിച്ചൊന്ന് നോക്കിപ്പോയി വരലക്ഷ്മിയെ. ഇത്ര പെടുന്ന ഒരാൾക്ക് ഇങ്ങനെ മാറാൻ പറ്റുമോ? പൊരുതി നേടിയതാ ഞാൻ മഹിയേട്ടനെ. നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോവും. ആ നോട്ടം കണ്ട് വരലക്ഷ്മി പറഞ്ഞു. പോയി പറയേ, നിന്റെ മോനെ കണ്ട ആരും വെള്ളം ഇറക്കാനെന്ന് പറഞ്ഞേക്ക്. അവളോടും പറയണം, വരലക്ഷ്മി ഉപദേശിച്ചു. മധു ഇരുന്നിരുന്നും എഴുന്നേറ്റു. നിങ്ങളിത് എന്തിനുള്ള പുറപ്പാടാ? വിഷൻ ചോദിച്ചു. ഇതിൽ ഇടപെടണ്ട, മാറി നിൽക്ക്. അതും പറഞ്ഞ് വരലക്ഷ്മി മധുവിനെയും കൂട്ടി താഴേക്ക് പോയി. അവർ ചെല്ലുമ്പോൾ മീര ഡൈനിങ് ടേബിളിൽ ഫുഡ് കൊണ്ടുവന്ന് വെക്കുകയാണ്. ധ്രുവൻ കഴിക്കാനും വന്നിരുന്നിട്ടുമുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ മധുവിൻ്റെ മുഖം ഒന്നുകൂടി ഇരുണ്ടു. വരലക്ഷ്മിക്കും അത് ഇഷ്ടപ്പെട്ടില്ല. മുത്തശ്ശി, വിശക്കുന്നു. മീരയെ കണ്ട ധ്രുവൻ കിച്ചണിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. മോളെ, അവനൊന്ന് എടുത്തു കൊടുക്കേ. മുത്തശ്ശി കിച്ചണിൽ നിന്നും വിളിച്ചു പറഞ്ഞതും മീര കാസറോൾ എടുത്ത് അവൻ കരികിലേക്ക് ചെന്നു. ധ്രുവൻ ഇടം കണ്ടിട്ട് അവിടെ ഒന്ന് നോക്കി. ഇന്നലെ മുതൽ മുഖത്തൊരു തെളിച്ചുണ്ട്. ആ തെളിച്ചം കാണുമ്പോൾ അവനും മനസ്സിനൊരു സുഖമൊക്കെ തോന്നുന്നുണ്ട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അതേപറ്റി ചിന്തിക്കേ വേണ്ട. എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കും. തൻ്റെ ചിരിയ തൻ്റെ ഐശ്വര്യം. അവൻ ഉള്ളാല ഇഷ്ടത്തോടെയും പുറമെ ഗൗരവത്തോടെയും പറഞ്ഞു. മീര ചെറു ചിരിയോടെ തലകുലുക്കി. വിശക്കുന്നുടോ, നോക്കി നിൽക്കാതെ വിളമ്പ്. അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ കാസറോൾ തുറന്ന് 3 ഇടിയപ്പം എടുത്ത് അവൻ്റെ പ്ലേറ്റിലേക്ക് വെച്ചു. ആഹാ, ഇന്ന് സ്പെഷ്യലാണല്ലോ, ആരുടെ വകയാ? അവൻ തിരക്കി. അത് അവൾ ഉണ്ടാക്കിയതാടാ, അവൾക്കിത് വലിയ ഇഷ്ടമാണെന്ന് കറിയുമായി വന്ന് മീനാക്ഷിയമ്മ പറഞ്ഞു. ഇതും അവളുണ്ടാക്കിയതാ, കഴിച്ചു നോക്ക്. കറി അവൻ്റെ പ്ലേറ്റിലേക്ക് പകർന്നുകൊണ്ട് മീനാക്ഷിയമ്മ പറഞ്ഞതും അവൻ മീരയെ നോക്കി പുഞ്ചരിച്ചുകൊണ്ട് കഴിക്കാനൊരുങ്ങി. അത് വായിലേക്ക് വെക്കും മുന്നേ മധു വന്ന് തട്ടിയെറിഞ്ഞ് കഴിഞ്ഞിരുന്നു.
ധ്രുവൻ ചാടി എണീക്കും മുന്നേ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ മധു മീരയുടെ കവിളത്ത് ആഞ്ഞടിച്ചിരുന്നു. മകന്റെ ഭാര്യയായി മീരയെ സങ്കല്പിച്ച് നോക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. നിന്റെ അമ്മ എൻ്റെ ഏട്ടനെ കറക്കിയെടുത്തു, നിനക്കിനി എൻ്റെ മോനെ വേണല്ലേ? മധു മീരയുടെ നെഞ്ചിൽ പിടിച്ച് പിന്നോട്ട് തള്ളി. അവൾ താഴെ വീഴും മുന്നേ ധ്രുവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. അതുകൂടി കണ്ടതോടെ മധുവിൻ്റെ നിയന്ത്രണം തെറ്റി. ധ്രുവൻ ദേഷ്യത്തോടെ വരലക്ഷ്മിയെ നോക്കി. അവരിളക്കി വിട്ടതാണെന്ന് അവൻ ആദ്യത്തെ ഡയലോഗിൽ തന്നെ മനസ്സിലായി. മാറി നിക്കടി! അവൻ്റെ കൈക്കുള്ളിലായ മീരയെ നോക്കി മധു അലറി. അലർച്ച കേട്ട് മാഹി ഇറങ്ങി വന്നു. ധ്രുവന്റെ കൈക്കുള്ളിൽ നിന്നും പിടഞ്ഞു മാറുന്ന മീരയും അവളെ കൊന്നു തിന്നാനുള്ള കലിയിൽ നിൽക്കുന്ന മധുവും ആ രംഗം ആസ്വദിച്ച് നിൽക്കുന്ന വരലക്ഷ്മിയും. അതോടെ കാര്യങ്ങൾ മഹി ഊഹിച്ചു. അയാൾ നീട്ടിയൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. എന്താ മധു, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? നീ എന്തിനാ അവളെ തല്ലിയേ? മീരയുടെ ചെറുതായി ചുമന്നു തുടങ്ങിയ കവളിൽ പിടിച്ച് നോക്കിക്കൊണ്ട് മീനാക്ഷിയമ്മ ചോദിച്ചു. തല്ലിയെന്ന് കേട്ടപ്പോൾ മഹിയുടെ മുഖം മാറി. നടന്നു വന്ന് ഡൈനിങ് ടേബിളിനോട് ചേർന്ന് കിടന്ന തടിയുടെ ചെയറെടുത്ത് ഡൈനിങ് ടേബിളിൽ ആഞ്ഞടിച്ചു. ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസ് പൊട്ടിച്ചിതറി. പാത്രങ്ങളൊക്കെ നിലത്ത് വീണ് പൊട്ടി. പെട്ടെന്നായതുകൊണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. മീരയ്ക്കിപ്പോഴും കാര്യങ്ങൾ വ്യക്തമായില്ല. മഹി! ശാസനയോടെ മീനാക്ഷിയമ്മ വിളിച്ചു. ഇവള് നിന്നെ തല്ലിയോ? മീരയോട് മഹി ചോദിച്ചു. ആ, തല്ലി. ഇതാണ് കയ്യിലിരിപ്പെങ്കിൽ ഇനിയും കിട്ടും ഇവൾക്ക്. ആ അർജുനെ കറക്കിയെടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചതാണ്. അതുപോലെ തന്നെ അവൾ എൻ്റെ മോനെയും വശീകരിച്ചു. മധു വിളിച്ച് പറയുന്നതൊക്കെ കേട്ട് ധ്രുവന്റെ നെഞ്ചിടിപ്പ് ഉയർന്നു. അവൻ്റെ ഇഷ്ടം എല്ലാവരും അറിയാൻ പോകുന്നു. അവരുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കുമെന്നോർത്ത് അവൻ ഭയന്നു പോയി. അമ്മ വന്നേ! അവൻ ധൃതിയിൽ മധുവിനെ പിടിച്ചു വലിച്ചു. വിടടാ എന്നെ! തൊട്ടു പോകുന്ന നീ എന്നെ! കണ്ണി കണ്ടവളെയൊക്കെ കണ്ണും കൈയും കാണിക്കുമ്പോ മണപ്പിച്ച് പോയേക്കുന്നു, നട്ടലില്ലാത്തവൻ! മധുവനെ നോക്കി പല്ലിറങ്ങി. പ്രേമം തോന്നിയത് നിന്റെ മോനാ, അതിന് നീ അവനോട് ചോദിക്കടി. എന്റെ മോളുടെ ശരീരത്തിൽ കൈവെക്കാൻ നീ ആരാ? മഹി ശബ്ദം താഴ്ത്തി എന്നാൽ മുറുകിയ സ്വരത്തിൽ ചോദിച്ചു. മീര ഞെട്ടിപ്പോയി. അവൾ ആ ഞെട്ടലോടെ തന്നെ ധ്രുവനെ നോക്കി. അവൻ തല താഴ്ത്തി കളഞ്ഞു. ഇവളൊന്നും ചെയ്യാഞ്ഞിട്ടാണോ എന്റെ മോൻ അവളുടെ പിറകെ പോയത്? ഇത് തന്നെയല്ലേ ആ അർജുന് സംഭവിച്ചത്? ഒരുമിച്ച് താമസിച്ചപ്പോ എന്ത് ചെയ്തിട്ടാണെന്ന് ആർക്കറിയാം? അവനെ കൊണ്ട് വിവാഹത്തിൽ നിന്ന് പിന്മാറിപ്പിച്ചില്ലേ? ഇപ്പൊ അവൻ ട്രെയിനിങ്ങിന് പോയപ്പോ ഇവൾക്ക് ബോറടിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നേരം പോക്കിന് എന്റെ മോനെ വല വീശി പിടിച്ചു. അതൊരവസരമാക്കി നിങ്ങൾ അമ്മയും മോനും കൂടെ ഇവളെ കെട്ടിക്കാനങ്ങ് നോക്കി. ആ ഹരി ഇവളെ ചവച്ചു തുപ്പിയ കഥ ഈ നാട്ടിൽ മൊത്തം പാട്ടല്ലേ? എന്നിട്ടും ഇവളെ എൻ്റെ മോനെ തലയിൽ കെട്ടിവെക്കാൻ തോന്നിയ നിങ്ങളുടെ മനസ്സ് സമ്മതിച്ചു നിങ്ങളെ. മധുമഹിയെ നോക്കി കൈകൂപ്പി. മീരേ, ചോദിച്ചത് കേട്ടില്ലേ? നിന്നെ അവള് തല്ലിയോന്ന്? അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ മഹി മീരയോട് ചോദിച്ചു. കടുപ്പത്തിലൊരു മൂളലായിരുന്നു അവളുടെ മറുപടി. മധുവിൻ്റെ വായിലിരിക്കുന്നതൊക്കെ കേട്ട് അവൾ സ്വയം നിയന്ത്രിച്ച് നിൽപ്പായിരുന്നു. അച്ഛൻ്റെ മുഖമോർത്ത്. തിരിച്ചടിക്കടി! തികച്ചും ശാന്തമായ മഹിയുടെ സ്വരം. മധു ഞെട്ടലോടെ ഏട്ടനെ നോക്കി. ചെറുപ്പം മുതൽ മധുവിന് ഒരു മകളെ പോലെയാണ് മഹി കൊണ്ടു നടന്നത്. എന്തൊക്കെ കുസൃതി കാട്ടിയാലും ക്ഷമിച്ച് വിട്ടിട്ടേ ഉള്ളൂ. അത് മധു മുതലെടുത്തിട്ടേ ഉള്ളൂ. എന്തൊക്കെ ചെയ്താലും മഹി ക്ഷമിക്കുമെന്ന വിശ്വാസം മധുവിന് എന്നുമുണ്ട്. തിരിച്ചടിക്കാൻ! അയാളുടെ ശബ്ദം ഉയർന്നു. മീരയുടെ മുഖമൊന്നും വിടർന്നു. ഇതുവരെ അവരിൽ നിന്നും കേൾക്കേണ്ടി വന്ന ആക്ഷേപങ്ങൾ ഓരോന്നായി അവൾ ഓർത്തെടുത്തു. അന്നേരം അവൾ അനുഭവിച്ച സംഘർഷമൊക്കെ ഓർമ്മയിൽ തെളിഞ്ഞതും അവളുടെ വലതുകായി മധുവിന് നേർക്ക് ഉയർന്നു താഴ്ന്നു. മധു വേച്ചു പോയി. ആ അടിയിൽ താഴെ വീഴാതെ വരലക്ഷ്മി അവരെ താങ്ങി പിടിച്ചു. ഡീ! വരലക്ഷ്മി മീരയെ രൂക്ഷമായി നോക്കി. മഹി വരലക്ഷ്മിയെ തുറച്ചു നോക്കി. മഹിയുടെ നോട്ടം കണ്ട് വരലക്ഷ്മി പതർച്ചയോടെ മുഖം താഴ്ത്തി കളഞ്ഞു. പ്രായമോർത്തിട്ട് സ്ഥാനമോർത്തിട്ടോ ഇത്രയും നാൾ ഞാനിത് തരാതിരുന്നത്. ഇനി ആ പരിഗണന ഉണ്ടാവില്ലെന്ന് ഓർത്തോണം. മീര അത്രമാത്രമേ പറഞ്ഞുള്ളൂ. അവൾക്കെതിരെയുള്ള ആരോപണങ്ങൾക്കെതിരായ ഒരു അക്ഷരം പോലും അവൾ ന്യായീകരിക്കാൻ നിന്നില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അവൾക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ തന്നെ മധുവിന് മുന്നിൽ ന്യായീകരിക്കാൻ നിന്നാൽ അതിനെ സമയം ഉണ്ടാവുകയുള്ളൂ. ധ്രുവൻ! ഗൗരവത്തോടെ മഹി വിളിച്ചു. കുനിഞ്ഞ ശിരസുമായി അവൻ മഹിക്ക് മുന്നിൽ വന്നു നിന്നു. മീര നിന്നോട് തെറ്റായ രീതിയിൽ ഇന്നുവരെ പെരുമാറിയിട്ടുണ്ടോ? മോശമായ രീതിയിൽ ഒരു നോട്ടമെങ്കിലും അവളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ഒരച്ഛൻ ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും അയാൾ ചോദിച്ചു. മീര ധ്രുവന്റെ മറുപടിക്കായി ഉറ്റുനോക്കി. ഇല്ല, മീരയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അവൻ ആരുടെയും മുഖത്ത് നോക്കാതെ പറഞ്ഞു. നിന്റെ അമ്മ ഇത്രയും നേരം ഇക്കണ്ട വേണ്ടാതിനെ മുഴുവൻ വിളിച്ചു പറഞ്ഞപ്പോൾ നിനക്ക് നാവില്ലായിരുന്നു. മാഹിക്ക് ദേഷ്യം വന്നു. ഇത്രയും നേരം ഒരക്ഷരം മിണ്ടാതെ നിൽക്കുവായിരുന്നല്ലോ അവൻ അന്നേരം പറഞ്ഞുകൂടായിരുന്നു.
ധ്രുവൻ, വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. നിന്റെ അമ്മ പറഞ്ഞത് കേട്ടല്ലോ നീ. എൻ്റെ മോളെ നരകിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എല്ലാം ഇവിടെ നിന്ന് മറന്നോണം. ഒരു താക്കീത് പോലെ അയാൾ പറഞ്ഞു. മീനാക്ഷിയമ്മക്കും അതേവരെ മതിയായി. അവരുടെ മനസ്സിൽ മുട്ടിട്ട് തുടങ്ങിയ ആഗ്രഹം അതോടെ ഇല്ലാതെയായി. എല്ലാം കണ്ടും കേട്ടും അവർക്കും മതിയായി. അവനോടെന്തിനാ പറയുന്നേ? ഇവളാണ് പ്രശ്നം. ഇവളിനി ഇവിടെ നിന്നാ പിന്നെ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല. ആവേശം കൂടിപ്പോയ വരലക്ഷ്മി വിളിച്ചു പറഞ്ഞു. അവർക്ക് എത്രയും പെട്ടെന്ന് മീരയെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം, പിന്നെ മഹിയുടെ മനസ്സിൽ നിന്നും. എന്നാൽ മീര മഹിയുടെ ചോരയാണെന്നും അവർ പിരിക്കുക അസാധ്യമാണെന്നും അവർ ഓർക്കുന്നില്ല. വരലക്ഷ്മിയുടെ വാക്കുകൾ കേട്ടതായി പോലും അയാൾ ഭാവിച്ചില്ല. അങ്ങനെ ഒരാൾ അവിടെയുള്ള ഭാവം വഹിക്കില്ല. അത് തന്നെ, ഏട്ടൊരു കാര്യം ചെയ്യും. ഇവളെ വല്ല ഹോസ്റ്റലിലോ മറ്റോ ആക്ക്. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഹോസ്റ്റല്? അവളെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടാക്കിയേ പോരെ? മധ ചോദിച്ചു. മഹി അവരെ തുറച്ചു നോക്കി. അല്ല, ഏട്ടൻ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവള് വരും വരെ എത്ര സന്തോഷത്തോടെയാണ് നമ്മൾ ജീവിച്ചത്. അല്ലെങ്കിൽ തന്നെ പണ്ടെങ്ങോ ഏട്ടന് പറ്റിയ അബദ്ധം ഇപ്പോഴും ചുമക്കേണ്ട കാര്യം ഏട്ടനുണ്ടോ? ഏട്ടന് പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു. ഇന്ന് രണ്ടുപേർക്കും മറ്റൊരു കുടുംബമുണ്ട്. നീരജ് എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങിയില്ലേ? അതുപോലെ ഏട്ടനും പഴയതൊക്കെ ഒരു തമാശയായി മറക്കണം. എന്നിട്ട് ഏട്ടത്തിക്കൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്, മധു ഉപദേശിച്ചു.